പിള്ളേരൊക്കെ അർമാദിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് കേട്ടോ. അങ്ങ് ദൂരെ കേട്ടോ, എല്ലാ ആൾക്കാരാണ്. ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ കൂട്ടത്തിൽ കോളേജ് പിള്ളേർ. അങ്ങ് ദൂരേക്കുണ്ട് കേട്ടോ ബീച്ച്. നമ്മളങ്ങോട്ട് പോകുന്നില്ല. എന്തിനാണ് വെറുതെ ആ വെയിൽ കൊണ്ട് നടക്കുന്നത്? കാറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടിന് കുറവൊന്നുമില്ല പ്രത്യേകിച്ച്. ഇതാണ് എൻട്രൻസ്. നല്ല കാറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലാത്തത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. കടലിൻ്റെ കാറ്റ് നല്ല കാറ്റടിക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ അങ്ങേ അറ്റമാണ്. ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. അതൊന്നും പണ്ട് സ്കൂൾ സമയത്ത് ആ ഭാഗത്തേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതെനിക്കൊന്നു ഇപ്പം ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനെന്താ പറയുക, അഴിമുഖോ എന്താണ് ഇതിന് പറയുക? ഇതിപ്പം ചെയ്തതാണെന്ന് തോന്നുന്നു. നല്ല ദൂരം ഉണ്ട് കേട്ടോ. 10-30 മീറ്റർ കാണും. വലിയ പാറകൾ അടുക്കി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ. വലിയ പാറകളാണ്. ഇത്രയും വേണം കേട്ടോ. ഇത്രയും വേണം ഇതൊക്കെ. അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നമുക്ക് പോകണം. അവിടെ പക്ഷെ നല്ല ആൾക്കാരാ. പിള്ളേർ മൊത്തം അവിടെ ചെന്നിരിക്കുക. കടലിൻ്റെ നടുക്കലേക്കൊരു പാലം, കടൽ പാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാമസേതു എന്നോ അങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ വിളിക്കാം നമുക്ക് ഇതിനെ. ആ പാറയിലേക്ക് പിള്ളേർ കയറുന്നുണ്ട്. ഓൺ ചെയ്ത് കാണിച്ചത്. കടലിന്റെ നടുക്ക് സഞ്ചരിക്കാനുള്ള രാമസേതു അങ്ങനെ വിശേഷിപ്പിക്കാം. ഹിന്ദിക്കാർ പിള്ളേരാണ് കേട്ടോ കൂടുതൽ. ഇന്ന് ഞായറാഴ്ച അല്ലേ, പണി ഉണ്ടാവില്ല. അതാണ് കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഹിന്ദിക്കാർ പിള്ളേരാണ്. ആൾക്കാരിങ്ങനെ അപ്പുറത്തോട്ട് പോകേണ്ട അറിയിട്ടേ ഒരു ചുറ്റുമതിൽ പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കരിങ്കൽ പീസല്ല, വലിയ പീസുകളാണ് കേട്ടോ. ഞാനില്ല ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ പൊന്നോ, നല്ല സൈസ് ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു. എന്നിട്ടും ആളുകൾ അതിൻ്റെ മേലേക്ക് കയറുന്നുണ്ട് പിള്ളേർ. എല്ലാ ഹിന്ദിക്കാരും പിള്ളേരാണ് കേട്ടോ. എല്ലാം ഇതിൻ്റെ മേലെ വരുന്ന ആൾക്കാർ മൊബൈൽ ഫോണൊക്കെ നന്നായി തന്നെ സൂക്ഷിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാലേ, മൊബൈൽ ഇതിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരികെ കിട്ടില്ല, തിരിച്ചു കിട്ടില്ല. അത് ഉറപ്പാണ്. പോയത് തന്നെയാണ്. അല്ലേ, നല്ല ആഴത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി തിരിച്ചടക്കണം. ഇത് മൊത്തം പൊളിക്കണം. അത് ഗവൺമെൻറ് എന്തായാലും സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലൊക്കെ സൂക്ഷിക്കുക. പറ്റുമെങ്കിൽ ട്രൈപോഡൊക്കെ ഉപയോഗിക്കുക. കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ട്രൈപോഡൊക്കെ ഉപയോഗിച്ച് പിടിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം കയ്യിൽ നിന്ന് തിന്നിയ താഴെ പോകും. പിന്നെ ഗ്യാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ രാമസേതു ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പുഴയിലത്തെ വെള്ളം നമ്മൾ ബീച്ചിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഈ രാമസേതു ശരിക്കും ഇതെങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്നറിയോ, ഈ പുഴയിലത്തെ വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, ഈ കാണുന്ന വേസ്റ്റ് വെള്ളം, ഇത് ഒരു വശത്തു കൂടി കടലിലേക്ക് ചേരും. അതൊരു കാരണവശാലും നമ്മൾ വന്നിരിക്കുന്ന ഈ ബീച്ച് സൈഡുണ്ടല്ലോ, അതാണ് ബീച്ച്, ആ കാണുന്നതാണ് ബീച്ച്. ആ ബീച്ച് സൈഡിലേക്ക് ഒരു കാരണവശാലും കലരില്ല. നല്ല കാര്യമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം വേസ്റ്റ് ആണോ, വേസ്റ്റ് വെള്ളമാണ് കേട്ടോ. ഇത് എന്തൊരു വൃത്തികേടാണ്. ഇതേത് പുഴയാണ് ഇത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ.
ഇവിടെ കോഴിക്കോട് ബീച്ചിലും ഇതേപോലെ ഉണ്ടായിരുന്നു. വേസ്റ്റ് വെള്ളം കടലിലേക്ക് തള്ളി കളയുന്നു. വേറെ നിവൃത്തിയില്ല, കടലിലേക്ക് അല്ലാണ്ട് വേറെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇത് ചെയ്തിരിക്കുന്നത് നന്നായി. എന്തായാലും ഒരു ബീച്ചും പിന്നെ ഈ പുഴയും തമ്മിലൊരു സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതൊരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. എന്താണെന്ന് നോക്കാം നമുക്ക്. മുന്നറിയിപ്പ്: ഈ പുലിമുട്ടിന് മുകളിലൂടെ നടക്കുന്നത് അപകടകരമാണ്. പക്ഷെ എല്ലാവരും ഇതിന് മേലെ തന്നെയാണ് നടക്കുന്നത്. അപകടമാണ്. സൂക്ഷിച്ച് നടക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. നല്ല വീതിയിലും നല്ല ഉയരത്തിലുമാണ് കട്ടയിലിരിക്കുന്നത്. കാലി താഴെ പോകാതിരിക്കുന്ന മാത്രം മതി. കുട്ടികൾക്കൊന്നും പറ്റില്ല കേട്ടോ, കുട്ടികൾക്കൊന്നും പറ്റില്ല. കുട്ടികളൊക്കെ ചിലപ്പം ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി, ഈ ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടിയൊക്കെ താഴെ പോകും. കുട്ടികൾക്ക് പറ്റില്ല, മുതിർന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ പുലിമുട്ട് എന്നാണ്. രാമസേതു അല്ല കേട്ടോ, ഇത് പുലിമുട്ടാണ്. നമ്മൾ ഈ പേരൊന്നും അറിയാത്തതുകൊണ്ട് കിട്ടുന്ന പേരൊക്കെ അങ്ങ് വലിച്ച് പറയുകയാണ്. നിങ്ങളൊന്നും തോന്നരുത് കേട്ടാ. ഇത് വളരെ മോശം വെള്ളമാണ് കേട്ടോ. ഇതേതാണ്, ഈ പുഴ ഏതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. ഇത് വളരെ മോശം വെള്ളമാണ്. ഇതൊന്നും കുടിക്കുക പോയിട്ട് നമ്മുടെ ശരീരത്തിൽ പോലും തുടരുത് ഈ വെള്ളം. ചൊറിഞ്ഞ് പൊട്ടി ഒരു വകയായി തീരും. മൊത്തം വേസ്റ്റ് വെള്ളമാണ്, മൊത്തം വേസ്റ്റ് വെള്ളം. കെമിക്കലും മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. പക്ഷെ ഒരുപാട് ദൂരെ ആയിപ്പോയി, അതാണ് ബീച്ചിൽ നിന്ന്. ഇത്രയും ഡിസ്റ്റൻസ് വേണം ഒരു കണക്കിന്. പക്ഷെ നമുക്ക് ആ ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് നശിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആ ഷെഡ് അവിടെ വരാൻ പാടില്ലായിരുന്നു. അതുള്ളത് കൊണ്ട് ആ വ്യൂ കൃത്യമായിട്ട് നമുക്കിവിടുന്ന് കിട്ടുന്നില്ല. അത് വരാൻ പാടില്ല അവിടെ. അതെന്താണെന്ന് സ്വന്തം എനിക്കറിയില്ല. അഥവാ ഷെഡ് അവിടെ ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി കലാപരമായിട്ട് ഉണ്ടാക്കണമായിരുന്നു. ഇതെന്താണ്, ഇതിനേക്കാളും നമ്മളെ നാട്ടിൻപുറത്ത് ഷെഡിൽ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ കുറേ ലക്ഷങ്ങളൊക്കെ മുടക്കി ഉണ്ടാക്കുന്ന ബീച്ചല്ലേ, ഓടി പിടിപ്പിച്ചിരിക്കുന്ന ബീച്ചല്ലേ. ഇതൊക്കെ അത്യാവശ്യം കലാപരമായിട്ട് ഉണ്ടാക്കിക്കൂടെ? വളരെ മോശം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഈ ഇതുള്ളതുകൊണ്ടേ, ഈ ഷെഡുള്ളതുകൊണ്ടേ ആ കാഴ്ച മറയ്ക്കും. പിന്നെ അങ്ങോട്ട് വേണം, അങ്ങോട്ടാണെങ്കിൽ പൊരിഞ്ഞ വെയിൽ. വേണ്ട വൃത്തിയായിട്ട പുഴ ഭയങ്കര മോശമാണ് കേട്ടോ. അത് വളരെ മോശം. ഇപ്പുറത്തെ സൈഡുമുണ്ട്. വളരെ മോശം വെള്ളമാണ്. ഈ ബീച്ചിൽ പ്രത്യേകിച്ച് ഈ വെയിൽ കൊണ്ട് നിന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പോവാണ് കേട്ടോ. നമുക്ക് ആ കണ്ണൂർ ലൈറ്റ് ഹൗസ് കൂടി കാണണം. ഇപ്പം തന്നെ ഏകദേശം 4 മണി കഴിഞ്ഞു. 6 മണി വരെ മാത്രമേ അവിടെ ഓപ്പണിംഗ് ടൈമുള്ളൂ. അവിടെ കൂടി ചെല്ലണം. ഇപ്പോൾ ഒരു വെയിലത്ത് ഈ പയ്യാമ്പലം ബീച്ചിലെ ഇങ്ങനെ തെരാപ്പര നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല കാറ്റോളം മാത്രമേ ഉള്ളൂ. ആ ലൈറ്റ് ഹൗസ് പോയാൽ കുറേ കൂടി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അവിടെ കൂടി ചെല്ലണം. ഇപ്പം തന്നെ ഏകദേശം 4 മണി കഴിഞ്ഞു. ഇനിയിപ്പം നേരെ കണ്ണൂർ ലൈറ്റ് ഹൗസിലേക്ക്. അവിടെ 6 മണി വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കുള്ളൂ. പിന്നെ ഏത് സമയത്തും വരാൻ തോന്നും. ബീച്ചല്ലേ, വരാമായിരിക്കാം. കോഴിക്കോട് ബീച്ചൊക്കെ 24 hours ഓപ്പണിംഗ് ആണ്. ഇവിടെയും കാണുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ കൃത്യമായിട്ട്. പുള്ളി ആ പന്തിൻ്റെ പുറകെ പോകുന്നത്. ഇപ്പം പയ്യാമ്പലം ബീച്ചിൽ ഷോപ്പുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. പക്ഷെ ഉള്ള ഷോപ്പുകളൊക്കെ മലയാളികളുടെ തന്നെയാണ്. ഇവിടെ ഹിന്ദിക്കാരെ ഒന്നും വെച്ച് പറപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. കോഴിക്കോട് ബീച്ചിൽ ഈ ഹിന്ദിക്കാരുടെ ഒരു അതിപ്രസരമുണ്ട് അവിടെ. അത് മലയാളികളുടെ ഷോപ്പ് കുറവാണ്. അമ്മയുടെ കുക്കിങ് അത്ര പിടിക്കുന്നില്ല നമ്മൾ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ മലയാളികൾ തന്നെയാണ് നന്നായി ചെയ്തു കൊടുക്കുന്നത്.